ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് നടൻ മമ്മൂട്ടി എളമക്കരയിലെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ ചികിത്സയിലായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലൊക്കെ ആയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പൊതുവേദികളിൽ നിന്നൊക്കെ അമ്മ മാറി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് മോഹൻലാൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി. വളരെ വയ്യാത്തൊരു അവസ്ഥയാണ് അമ്മയ്ക്ക്, പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പക്ഷാഘാതമുണ്ട് എന്നൊക്കെ മോഹൻലാൽ പറയുകയുണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അമ്മയുടെ മരണവാർത്ത പുറത്തു വരുന്നത്. ആ സമയത്ത് മോഹൻലാൽ കൊച്ചിയിലില്ലായിരുന്നു. മരണവിവരം അറിഞ്ഞ് പിന്നീട് എത്തുകയായിരുന്നു. ഇപ്പോൾ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരെല്ലാം തന്നെ അനുശോചനം അറിയിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടിയാണ് എളമക്കരയിലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ആര്യ വിനോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആര്യ, മമ്മൂട്ടിയെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പ്രമുഖരൊക്കെ വിവരങ്ങൾ അറിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും മൃത, ഇപ്പോൾ എല്ലാവരും ഇവിടത്തേക്ക് എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നടൻ മമ്മൂട്ടിയും അതുപോലെ തന്നെ രമേശ് പിഷാരടിയും ഇവിടത്തേക്ക് എത്തിയത്. നേരത്തെ തന്നെ ഹൈബി ഈഡൻ MP ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും എല്ലാം തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഇവിടത്തേക്ക് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നടൻ മമ്മൂട്ടി ഇപ്പോഴാണ് ഇവിടത്തേക്ക് എത്തിയത്. എളമക്കരയിൽ ഈ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു 2:30 ശാന്തകുമാരി അമ്മയുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായത്. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം ഡോക്ടർ വീട്ടിലെത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് വരെ ആയിരിക്കും ഇവിടെ പൊതുദർശനം നടക്കുക. പൊതുദർശനത്തിന് ശേഷം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ എല്ലാവരും എളമക്കരയിലേക്കും അതുപോലെ തന്നെ ഇവിടെ എത്താൻ പറ്റാത്തവരായിരിക്കും നാളെ തിരുവനന്തപുരത്തും എത്തിച്ചേരുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ഈ ഒരു മരണം സ്ഥിരീകരിക്കുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ നടൻ കൊച്ചിയിലുണ്ടായിരുന്നു. മോഹൻലാൽ കൊച്ചിയിലുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഭാര്യ സുചിത്രയും ഇവിടെ തന്നെ ഉണ്ട്. 4 വർഷമായിട്ട് ഈ ഒരു അമ്മ ഈ ഒരു രോഗാവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 3 മാസം മുമ്പാണ് അമ്മയുടെ ഈ രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഇവിടെ എളമക്കരയിലെ വീട്ടിൽ തന്നെയായിരുന്നു ഈ വർഷങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനവും തുടർന്ന് കോളേജ് കാലഘട്ടവും സ്കൂൾ കാലഘട്ടവും എന്നുണ്ടെങ്കിലും പിന്നീട് സിനിമയിലേക്ക് വന്നത് മുതൽ പിന്നീട് ഇവിടെ എളമക്കരയിൽ വീട് വയ്ക്കുകയും തുടർന്ന് താമസമാക്കുകയും ചെയ്തു. അമ്മയുടെ ഈ രോഗാവസ്ഥ ഇത്രയും മൂർച്ഛത്തിനെ തുടർന്നാണ്, രോഗത്തിലേക്ക് കടന്നതിനെ തുടർന്നാണ് ഇവിടത്തേക്ക് എളമക്കരയിലേക്ക് അമ്മയും കൂട്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശേഷവും പിന്നീട് നമ്മൾ കുറേ കാലം അമ്മയുമായിട്ടുള്ള ചിത്രങ്ങളോ അമ്മയുടെ വിശേഷങ്ങളോ ഒന്നും തന്നെ അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പക്ഷാഘാതത്തെ തുടർന്ന് അമ്മ കിടക്കുകയായിരുന്നതിനാലാണ് ആ ഒരു ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ഒന്നും തന്നെ നമ്മൾ അറിയാതിരുന്നത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ഒരു പെരുന്നാൾ ദിനത്തിലായിരുന്നു നമ്മളെല്ലാവരും ആ അമ്മയെ കാണുകയുണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ നടനെ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബന്ധുക്കളും അങ്ങനെ നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് അവസാനമായി കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ആയിരിക്കും സംസ്കാരം എന്നുള്ളത് മാത്രമാണ് കൃത്യമായിട്ടുള്ള സമയമൊന്നും തന്നെ നിശ്ചയിച്ചിട്ടുള്ള. ഇവിടെ പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തുകയാണിപ്പോൾ. ശരി.